ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഇസ്ലാഹി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇസ്ലാഹി ആദർശ ഗ്രൂപ്പിൽ കോയക്കുട്ടിയുടെ ഒരു നീണ്ട പോസ്റ്റർ കണ്ടു. അതിൽ എന്നെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തൽ എൻ്റെ ബാധ്യതയായി തീർന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റർ ഇട്ടിരുന്നു. അപ്പോൾ കണക്ക് സ്വീകരിച്ചാൽ മതി എന്ന് സഹീഹായ ഒരു ഹദീസ് കൊണ്ട് തെളിയിച്ചു തരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കാം. അത് ഖുർആനും സുന്നത്തും അത് ശരിയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിന് കോയക്കുട്ടി പറഞ്ഞത് സൂമൂലി റുയത്തിഹി വാഫ്തിറൂലി റുയത്തിഹി ഫൈൻ ഉമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹു എന്ന ഹദീസ് മുതവാത്തിറിനോളം അടുത്ത് നിൽക്കുന്ന ഹദീസാണെന്ന്. ഹദീസ് പഠിക്കാഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഹദീസ് അബ്ദുല്ലാഹിബിൻ ഉമറിൽ നിന്ന് രണ്ട് വിധത്തിൽ റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. ഫഖ്ദിറൂ ലഹു എന്നും അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ ഫഖ്ദിറൂ അസ്സലാസീൻ എന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഫഖ്ദിറൂ ലഹു എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നല്ല. അബ്ദുല്ലാഹിബിൻ ഉമർ തന്നെ അത് തിരുത്തുന്നു. ഫഖ്ദിറൂ അസ്സലാസീൻ, 30 ദിവസം എണ്ണി പൂർത്തിയാക്കണം, കണക്ക് കൂട്ടിയിട്ടല്ല. ഞാൻ പറയുന്നതിനൊക്കെ വ്യക്തമായ റെഫറൻസ് ഉണ്ട്. ഫതഹുൽ ബാരി 5-ാം വാള്യം 597. മാത്രമല്ല, ഈ ഫഖ്ദിറു എന്ന ഈ ലഫ്ളില് അതിൽ വല്ല ഖറാബത്തുമുണ്ടെങ്കിൽ ഫഖ്ദിറു അസ്സലാസീൻ 30 ദിവസം പൂർത്തിയാക്കുക എന്നതിന് സഹായകമായ പല തെളിവുകളുമുണ്ട്. അത് മിൻഹാ മാ റവാഹു ശാഫിഈ മിൻ തരീഖി സാലിം അൻ ഇബ്നു ഉമർ ബിതഈനി സലാസീൻ. ഇമാം ഷാഫി ആണ് റിപ്പോർട്ട് ചെയ്തത് തരീഖ് സാലിമിന്റെ വഴി അൻ ഇബ്നു ഉമറിൽ നിന്ന് ബിതഈനി സലാസീൻ 30 ദിവസം എന്ന് തന്നെ വന്നിട്ടുണ്ട്. വമിൻഹാ മാ റവാഹു ഇബ്നു ഖുസൈമ മിൻ തരീഖി ആസിം. ഇബ്നു ഖുസൈമ ആസിം വഴി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആസിം ഇബ്നു മുഹമ്മദ് ഇബ്നു സയ്യിദ് അൻ അബീഹി അൻ ഇബ്നു ഉമർ ബിലഫ്ളിൻ ഫൈം ഉമ്മ അലൈക്കും ഫക്മിലു സലാസീൻ. കണ്ടോ? ഇങ്ങനെയുള്ള ഇബ്നു ഉമർ തന്നെ അതിന് ഫഖ്ദിറൂ ലഹു എന്നുള്ളതിന് ഇബ്നു ഉമർ തന്നെ വിശദീകരണം നൽകി. ഫൈൻ ഉമ്മ അലൈക്കും, ഇനി നിങ്ങൾ മേഘാവൃതമായാൽ ഫക്മിലു സലാസീൻ 30 ദിവസം നിങ്ങൾ പൂർത്തിയാക്കണം. വലഹു ശവാഹിദും മിൻ ഹദീസ് ഹുദൈഫ ഇൻദ ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമന്റെ റിപ്പോർട്ടിൽ ഹുദൈഫയിൽ നിന്ന് ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്തതിൽ അബൂ ഹുറൈറയും ഇബ്നു അബ്ബാസും ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവരൊക്കെ പറഞ്ഞത് ഈ അഭിപ്രായം തന്നെയാണ്. ഈ ഇബ്നു ഖുസൈമന്റെ ഹദീസിലും അബീ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലും അബീ ദാവൂദ്, നസായി, മറ്റ് പല മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ അബീ ബക്കറത്ത തൽഖ് ബിൻ അലി നിന്ന് റിപ്പോർട്ട് ചെയ്ത ഇൻദൽ ബൈഹഖി, ബൈഹഖിന്റെ റിപ്പോർട്ടിലും വഅഖറജഹു മിൻ തുറുഖിൻ ഉഖറ അൻഹും, ഈ സഹാബികളിൽ നിന്ന് മറ്റ് പല സഹാബികളിൽ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന
സഹാബികളിലും മറ്റുള്ളവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു വന്നത് എന്താണ്? ഫഉദ്ദു ലഹു സലാത്ത്, 30 ദിവസം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ദഹബത്തിൽ ജുംഹൂർ, അങ്ങനെ ഈ അഭിപ്രായമാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഫഖാലു അൽ മുറാദു ബി ഖൗലിഹി ഫഖദിറു ലഹു, ഫഖദിറു ലഹു എന്ന് പറഞ്ഞാൽ ഉൻദുറു ഫി അവ്വലി ശഹർ, നിങ്ങൾ മാസത്തിന്റെ ആരംഭം ഏതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വഅഹ്സിബു തമാമ സലാസീൻ, അവിടുന്ന് അങ്ങോട്ട് 30 എണ്ണം പൂർത്തിയാക്കണം എന്നാണ് ഇതൊരു അഭിപ്രായം. വയുറജ്ജിഹു ഹാദ തഅ്വീൽ അർ-റിവായാത്തുൽ ഉഖ്റ അൽ മുസറഹ, ഈ റിപ്പോർട്ടിനെ മറ്റ് പല റിപ്പോർട്ടുകളും സത്യമാക്കുന്നുണ്ട്. വഹിയ മാ തഖദ്ദമ മിൻ ഖൗലിഹി ഫക്മിലുൽ ഇദ്ദത സലാസീൻ, ഫക്മിലുൽ ഇദ്ദത സലാസീൻ എന്ന മുതവാത്തിറിനോട് അടുത്ത് നിൽക്കുന്ന ആ ഹദീസിൽ വന്നത്, വനഹ്വി, അതുപോലെയുള്ള പല സനദിൽ കൂടി വന്ന ഹദീസ്. വഔലാമ ഫസ്സറൽ ഹദീസ ബിൽ ഹദീസ്, ഇതാണ് ഒരു ഹദീസിനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കുന്നതിൽ ഏറ്റവും നല്ല മാർഗം. അപ്പൊ ഫഖദിറു ലഹു എന്ന് പറഞ്ഞാൽ അത് ഉൻദുറു ഫി അവ്വലി ശഹർ വഅഹ്സിബു തമാമ സലാസീൻ, മാസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ 30 ദിവസം എണ്ണി കണക്കാക്കണം എന്നാണ്. ഇതാണ് ഏറ്റവും നല്ല തഫ്സീർ. ഇത് ഫത്ഹുൽ ബാരി 5-ാം വാല്യം 598-ാം പേജ്. ഞാൻ കോയക്കുട്ടിയെ പോലെ അങ്ങോട്ട് പറയല്ല, കൃത്യ റെഫറൻസ് ആണ് തരുന്നത്. പിന്നെ ദാറുഖുത്നി വസഹഹു ഇബ്നു ഖുസൈമ, ദാറുഖുത്തിന്റെ റിപ്പോർട്ട് ഇബ്നു ഖുസൈമ അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. മിൻ ഹദീസ് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫ്ഫദു മിൻ ശഅബാന മാ ലാ യതഹഫ്ഫദു മിൻ ഗൈരിഹി, ശഅബാൻ മാസത്തെ കണക്ക് മറ്റ് മാസങ്ങളെക്കാൾ നബി വളരെ കൃത്യമായിട്ട് നോക്കി വരാറുണ്ടായിരുന്നു. സുമ്മ യസൂമു ലിറുയത്തി റമളാൻ, അങ്ങനെ ശഅബാൻ 30 ആയാൽ പിന്നെ നബി റമളാൻ മാസത്തിൽ നോമ്പ് നോക്കും. അല്ലെങ്കിൽ 29 മാസം കണ്ടാൽ നബി എന്ത് ചെയ്യും? റമളാൻ മാസത്തെ നോമ്പ് നോക്കും. അതാണ് ഈ പറയുന്നത്. ഫഇൻ ഗുമ്മ അലൈഹി അദ്ദ സലാസീൻ, 29 മേഘാവൃതമാണെങ്കിൽ അദ്ദ സലാസീൻ, 30 എണ്ണം എണ്ണി കണക്കാക്കും. അദ്ദ സലാസീന യൗമൻ എന്നുണ്ട്, 30 ദിവസം തന്നെ കണക്കാക്കും ശഅബാൻ. സുമ്മ സാമ, പിന്നെ നബി നോമ്പെടുക്കും. ഇതാണ് ഫഖദിറു ലഹു എന്നതിന്റെ അർത്ഥം, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. ഇത് അഖ്റജഹു അബൂ ദാവൂദ്, മറ്റ് പല മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഫത്ഹുൽ ബാരി 5-ാം വാല്യം 599-ാം പേജ്. പിന്നെ മറ്റൊരു വ്യാഖ്യാനം അതിന് വന്നത് ഫഖ്ദിറൂഹു ബിഹിസാബിൽ മനാസിൽ, ചന്ദ്രന്റെ മൻസിൽ അനുസരിച്ചിട്ട് അതിനെ കണക്കാക്കണം, അതാണ് കണക്ക്. അതിനെപ്പറ്റി കാലഹു ഇബ്നു സുറൈജ് മിന ഷാഫിഇയ്യ, ഇബ്നു സുറൈജ് ഷാഫി മദ്ഹബ് ഖാന, ഇബ്നു സുറൈജ് അത് പറഞ്ഞിട്ടുണ്ട്. മുത്തരിഫ് ഇബ്നു അബ്ദുള്ള മിന താബിഈങ്ങളിൽപ്പെട്ട മുത്തരിഫ് ഇബ്നു അബ്ദുള്ളയും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുതൈബയും പറഞ്ഞിട്ടുണ്ട് മുഹദ്ദിസീൻ. ഇതാണ് കോയക്കുട്ടി ഇബ്നു സുറൈജ് പറഞ്ഞിട്ടുണ്ട്, മുതരിഫ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഖുതൈബ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇബ്നു അബ്ദുൽ ബറും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ കേൾക്കൂ, ഖാല ഇബ്നു അബ്ദുൽ ബർ പറയുന്നു, ലാ യസിഹു അനിൽ മുത്തരിഫിൽ നിന്നുള്ള ഇങ്ങനെ ഒരു അഭിപ്രായം അത് ശരിയല്ല, സഹിയായിട്ടില്ല. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മാസം കണക്കാക്കേണ്ടതെന്ന് മുത്തരിഫ് പറഞ്ഞതായി സഹിയായി വന്നിട്ടില്ല. പിന്നെ അമ്മ ഇബ്നു ഖുതൈബയാണെങ്കിലോ ഫലൈസ ഹുവ മിമ്മൻ യഅറുജു അലൈഹി, ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ അർഹത ഉള്ള ഒരാളല്ല അയാള്. മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ പെടുമെങ്കിലും അദ്ദേഹത്തിന് അത്ര വലിയ പാണ്ഡിത്യൊന്നും ഹദീസിലില്ല.
മിമ്മൻ യഅ്റുജു അലൈഹി ഫീ മിസ്ലി ഹാദ. ഇതുപോലുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാൻ അർഹതയുള്ള ആളല്ല. വനഖല ഇബ്നു ഖുവൈസ് മിൻദാദ് അനി ഷാഫിഈ. ഇബ്നു ഖുവൈസ് ഷാഫിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, മസ്അലത്ത് ഇബ്നു സുറൈജിന്റെ മസ്അല വൽ മഅറൂഫ് അനി ഷാഫിഈ മാ അലൈഹിൽ ജംഹൂർ. ഷാഫി മദ്ഹബുകാരനാണെന്നല്ല പറയുന്നത്, ഷാഫി പറയുന്നു ജംഹൂറിന്റെ അഭിപ്രായമാണ് എനിക്കുള്ളത്, കണക്കല്ല, മാസം കാണണം എന്നുള്ളത് തന്നെയാണ്. ഇതാണ് കോയക്കുട്ടി പറയുന്ന ഇബ്നു സുറൈജ്. വനഖല ഇബ്നുൽ അറബി അൻ ഇബ്നു സുറൈജ്. ഇബ്നു അറബി ഇബ്നു സുറൈജിൽ നിന്ന് പറയുന്നു, അന്ന ഖൗലുഹു ഫഖദിറൂ ലഹു എന്ന് പറഞ്ഞാൽ ഖിതാബുൻ ലിമൻ ഖസ്സഹു അല്ലാഹു ബിഹാദൽ ഇൽമ. ആ കണക്ക് പഠിച്ച ആളുകളെ പറ്റി മാത്രമാണ്. വഇന്ന ഖൗലുഹു ഫക്മിലുൽ ഇദ്ദത എന്ന് പറഞ്ഞത് ഖിതാബുൻ ലിൽ അമ്മ, അത് പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് വഖാല ഇബ്നു സബാഹ് അതിനെപ്പറ്റി പറഞ്ഞു, അമ്മൽ ഹിസാബു ഫലാ യൽസമഹു, ഹിസാബ് അനുസരിച്ച് മാസം കണക്കാക്കൽ നിർബന്ധമില്ല, ബിലാ ഖിലാഫിൻ, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ബൈന അസ്ഹാബിന. ഖുൽതു വനഖല ഇബ്നു മുൻദിർ ഖബ്ലഹു അൽ ഇജ്മാ അലാ ദാലിക. ഇബ്നു മുൻദിർ ഈ വിഷയത്തിൽ കണക്ക് അടിസ്ഥാനമാക്കാൻ പാടില്ല, മാസപ്പിറവി തന്നെയാണെന്ന് ഇജ്മാ ഉണ്ടായിട്ടുള്ളതായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഫത്ഹുൽ ബാരി 5-ാം വാള്യം 600-ാം പേജ്. അതുകൂടാതെ ഇബ്നു തൈമിയ്യയും ഈ വിഷയത്തിൽ സഹാബത്തിൻ്റെയും താബിഉകളുടെയും ഇജ്മാ ഉണ്ടായതായി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഖാലൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി പറയുന്നു, ഖദ് ഖാല ശുയൂഖുന, നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു, ഇദാ കാനത്ത് റുയത്തുൽ ഹിലാൽ ലാഹിറത്തൻ ഖാതിഅത്തൻ, ഈ മാസപ്പിറവി വളരെ വ്യക്തമായി കാണാൻ സാധിച്ചാൽ, ബി മൗലിഅൻ, ഒരു നാട്ടിൽ മാസപ്പിറവി വ്യക്തമായി കാണാൻ സാധിച്ചാൽ, സുമ്മ നഖല ഇലാ ഗൈരിഹിം, പിന്നെ അത് മറ്റുള്ളവരിലേക്ക് ആ വിവരം നൽകപ്പെടും, ബി ഷഹാദത്തി ഇസ്നെ, 2 സാക്ഷി മുഖേന മാസം കണ്ടതായി സ്ഥിരപ്പെട്ടാൽ ആ വിവരം മറ്റുള്ള നാടുകളിലേക്ക് നാട്ടുകാരെ അറിയിച്ചാൽ ലസിമഹുമുസ് സൗവും, അവർക്ക് നോമ്പ് നിർബന്ധമാണ്. പിന്നെ ഈ ഹദീസിൽ തന്നെ ഫഇൻ ഗുബിയ എന്ന റിപ്പോർട്ടുണ്ട്, അത് മഹൂദും മിനൽ ഗബാവ, ബുദ്ധി ഇല്ലാത്തവരെ പറ്റി പറയുന്ന വാക്കാണ്. വഹുവ അദമുൽ ഫിത്ന, വേണ്ടത്ര ബുദ്ധിശക്തി ഇല്ലാത്തവരെ പറ്റി ആണ് ആ വാക്ക്. എന്നാൽ ഇവിടെ അത് വഹിയ ഇസ്തിആറത്തുൻ ലിഖഫാഇൽ ഹിലാൽ, ഹിലാൽ മാസപ്പിറവി വ്യക്തമായി കാണാത്ത സന്ദർഭത്തിന് ആലങ്കാരികമായി പറയുന്നതാണ്. വഖാല ഇബ്നു അറബി പറഞ്ഞു, റവാ അമ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അത് മിനൽ ഉംയി, അന്ധതയിൽ നിന്നാണത്. ഖാല വഹുവ ബിമഅനാഹു ലിഅന്നഹു ദഹാബുൽ ബസർ അനിൽ മുശാഹദാത്ത്, ഇത് നേരിട്ട് കാണാൻ കഴിയാതെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ. ഔ ദഹാബുൽ ബസീറ അനിൽ മഅലൂലാത്ത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉൾക്കാഴ്ചയില്ലാത്തവർ, ഓരോ കാര്യത്തിന്റെ ഇല്ലത്തുകൾ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയാത്ത ബുദ്ധി ശൂന്യരായ ആളുകൾ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഇത് ഫത്ഹുൽ ബാരിയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് കൃത്യമായി റെഫറൻസ് ഞാൻ നൽകുന്നത്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല പറയുന്നു, അദ്ദേഹമാണല്ലോ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പൂർവ്വകാല നേതാവ്. അദ്ദേഹം മുതലാണ് ഈ സലഫി പ്രസ്ഥാനം എന്ന നിലക്ക് അറിയപ്പെടാൻ തന്നെ തുടങ്ങിയത്. അദ്ദേഹം പറയുന്നു, ഇന്ന ശറാഇഅ ഖബ്ലന, നമുക്ക് മുമ്പുള്ള ശരീഅത്തുകൾ, ഇന്നമ അല്ലഖത്തിൽ അഹ്കാം, ഹുക്കുമുകളെ ബന്ധിപ്പിച്ചത് ബിൽ അഹില്ല,
മാസപ്പിറവിയോടാണ്. ഒയിന്നമാ ബദ്ദല മം ബദ്ദല, പിന്നെ അതാ മുൻ സമുദായത്തിൽപ്പെട്ട പലരും അതിനെ മാറ്റം വരുത്തി. മിൻ അത്ബാഇഹിം, ആ മുൻ സമുദായങ്ങളുടെ അനുയായികൾ മാറ്റം വരുത്തി. കമാ യഫ്അലുഹുൽ യഹൂദ്, യഹൂദികൾ ചെയ്യുന്നത് പോലെ. ഫീ ജിത്മാഇൽ ഖർസൈൻ, ന്യൂമൂണാണ് മാസപ്പിറവിയുടെ ആരംഭം എന്ന് യഹൂദികൾ ചെയ്തതുപോലെ പൂർവിക മതത്തിൽപ്പെട്ട പലരും അതിനെ മാറ്റം വരുത്തി. ആരൊക്കെയാണത്? ഒമിൻഹും സാബിഈങ്ങൾ, ഒൽ മജൂസികൾ. ഇവരൊക്കെയാണ് ഈ മാസപ്പിറവി കാണുക എന്നത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയവർ. ഇത് ഫതാവ ഇബ്നു തൈമിയ്യ 4-ാം വാള്യം 212-ാം പേജ്. ഇത് റെഫറൻസ് കൃത്യമായി ഞാൻ പറയുന്നത് ഇതിൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ആർക്കും ഇതൊക്കെ എടുത്ത് നോക്കാം. പിന്നെ ഉമ്മി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബു വലാ നഹ്സുബു. ലാ നക്തുബു എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയില്ല എന്ന അർത്ഥമല്ല, അവിടെ എഴുതാറില്ല എന്നേ ഉള്ളൂ. അതുപോലെ കണക്ക് കൂട്ടാൻ അറിയില്ല എന്നില്ല, കണക്ക് കൂട്ടാറില്ല. എന്നാൽ അറിയില്ല എന്നുള്ള അർത്ഥത്തിന് ഉമ്മിയ്യ വന്നിട്ടുണ്ട്. ഉമ്മിയ്യ ഒരു നാനാർത്ഥമുള്ള പദമാണ്. ഉമ്മയിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ എന്നൊരർത്ഥം. പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന അർത്ഥത്തിനും വന്നിട്ടുണ്ട്, ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ അറബികൾക്കും ഉമ്മിയീൻ എന്ന് പറയാറുണ്ട്. ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീലുൻ, ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ, അവിടെ അറബികളാണ് ഉദ്ദേശം. എന്നിട്ട് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന എന്ന ആയത്തിനെ വിശദീകരിച്ചെടുത്ത് അന്നഹു കാന ഫീഹിം മൻ യക്തുബു വയഹ്സുബു, അറബികളിൽ എഴുതാനും കണക്ക് കൂട്ടാനും അറിയുന്നവരുണ്ടായിരുന്നു. ഈ അന്നൽ കിതാബത്തെ കാനത്ത് ഫീഹിം ഖലീല, കാരണം എഴുത്തും വായനയൊക്കെ അറിയുന്നവർ അവരിൽ വളരെ ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നും കണക്കറിയാത്തവർ എന്ന് പറഞ്ഞാൽ ഗോളശാസ്ത്രം അറിയുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ എത്ര ശതമാനമുണ്ട്? അന്ന് ഉമ്മിയി, ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് ഉമ്മിയി എന്ന് പറഞ്ഞ ആ നിലവാരിൽ തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹം നിൽക്കുന്നത്. അധിക ആളുകൾ, അപൂർവമായി ചില ആളുകൾക്ക് അറിയാൻ മാത്രം. വൽ മുറാദ് ബിൽ ഹിസാബി ഹുന ഹിസാബുൻ നുജൂം വതസീറുഹ, ഇവിടെ ഹിസാബ് കൊണ്ട് ഉദ്ദേശം ഇവിടെ നക്ഷത്രങ്ങളുടെ ചലനമനുസരിച്ച് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, അത് മറ്റ് നക്ഷത്രങ്ങളുടെ ചലനമനുസരിച്ചുള്ള കണക്കാണ്. വലം യകൂനു യഅരിഫൂന മിൻ ദാലിക അയ്ളൻ ഇല്ല നസറുൽ യസീർ, അത്തരം ഗോളശാസ്ത്ര കണക്ക് അറിയുന്നവർ അറബികളിൽ വളരെ അപൂർവമായിരുന്നു. ഇന്നും അത് തന്നെയാണ് അവസ്ഥ മുസ്ലിങ്ങളുടെ. ഫഅല്ലക്കൽ ഹുക്മ ബിസ്സൗമി വഗൈരിഹി ബിർറുയ, അതുകൊണ്ടാണ് അള്ളാഹു നോമ്പും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ റുയത്ത് കണ്ണുകൊണ്ട് കാണുക എന്ന് വെച്ചത്. ലിറഫ്ഇൽ ഹറജ് അൻഹും, അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി. ഫീ മുആനാത്തി ഹിസാബിൽ തസീർ, ഈ കണക്ക് പഠിച്ച് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാസം നിർണ്ണയിക്കുമ്പോൾ അത് സമൂഹത്തിന് മൊത്തത്തിൽ പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ട്. വസ്തമറൽ ഹുക്മു ഫിസ്സൗമി, അതുകൊണ്ട് മാസപ്പിറവി കാണുക എന്നുള്ള ഹുക്മ് നോമ്പിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു. ഓലോ ഹദസ ബഅദഹും മൻ യഅരിഫു ദാലിക, പിന്നെ അവസാനം ആ കണക്കറിയുന്നവർ എത്ര തന്നെ ഉണ്ടായാലും ശരി, നോമ്പെടുക്കാൻ മാസപ്പിറവി തന്നെയാണ് മാനകം. ബൽ ലാഹിറു സിയാം, ഈ സന്ദർഭത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് യശ്അറു ബിനഫി തഅലീഖിൽ ഹുക്മി ബിൽ ഹിസാബ് അസ്ലൻ, ഇവിടെ നോമ്പെടുക്കുക എന്ന ഹുക്മിനെ ഹിസാബുമായി, കണക്കുമായി അടിസ്ഥാനപരമായി ഒരു നിലക്കും ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. വയുവദ്ദിഹു ഖൗലുഹു, അതിനെ വ്യക്തമാക്കുന്നു നബിയുടെ വാക്ക്. ഫൈൻ ഉമ്മ അലൈക്കും ഫക്മിലുൽ ഇദ്ദത സലാസീൻ എന്ന നബിയുടെ വാക്ക്.
വലം യഖുൽ ഫസ്അലു അഹ്ലൽ ഹിസാബ് എന്ന് നബി പറഞ്ഞില്ല. കണക്കുകാരോട് ചോദിക്കാന്ന് നബി പറഞ്ഞില്ല. ഫൈൻ ഉമ്മ അലൈക്കും ഫസ്അലു അഹ്ലൽ ഹിസാബ് എന്ന് നബി പറഞ്ഞില്ല. വഖദ് ദഹബ ഖൗമുൻ ഇല റുജൂഇ ഇല അഹ്ലി തസ്യീർ. എന്നാൽ ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസം നിർണയിക്കുന്ന അഭിപ്രായക്കാരുണ്ട്. വഹും അർ-റവാഫിദ്, അവർ ശിയാക്കളാണ്. ഫതഹുൽ ബാരി 5608 പേജ് കൃത്യമായിട്ട് റെഫറൻസ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് 3-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിം ലോകത്ത് ആദ്യമായി നടന്ന ഉബൈദുല്ലാഹുൽ മഹദിയാണ് അത് നടപ്പാക്കിയത് എന്ന് അദ്ദൗലത്തുൽ ഫാത്തിമിയ എന്ന ഗ്രന്ഥം ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ദൗലത്തുൽ ഫാത്തിമി അദ്ദേഹം ഷിയാക്കളെ വിമർശിച്ച് നടക്കുന്ന ആളാണെന്നാണ് കോയക്കുട്ടി പറയുന്നത്. ഷിയാക്കളെ വിമർശിച്ച് തന്നെയാണ് അവരുടെ ചരിത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഷിയാക്കളെ ന്യായീകരിക്കുക? കോയക്കുട്ടി അല്ലാതെ. എന്നാൽ ഫതഹുൽ ബാരിയിലും ഇബ്നു ഹജറുൽ അസ്കലാനിയും ഇത് റവാഫിദുകളുടെ പിഴച്ച വാദമാണെന്നാണ്. അപ്പോ ഇബ്നു ഹജറുൽ അസ്കലാനിയും ഷിയാക്കളെ വിമർശിച്ച് നടക്കുന്ന ആളാണോ? വിവേകം വേണ്ട എന്തെങ്കിലും പറയുമ്പോൾ. പിന്നെ അടുത്തത് സിദ്ദീഖ് ഹസൻ ഖാൻ. സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭോപ്പാൽ കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയും അതുപോലെ തന്നെ വലിയ പണ്ഡിതനുമായിരുന്നു. ഖുർആന് തഫ്സീർ എഴുതിയിട്ടുണ്ട്, ബുഖാരിക്ക് തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഹുസൂലുൽ മഅ്മൂൽ എന്ന ഉസൂലുൽ ഫിഖിലെ ഒരു ഗ്രന്ഥം. അറബി കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ഞാൻ അവിടെ അധ്യാപകനായിരുന്ന കാലത്തൊക്കെ അതായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിലും പാണ്ഡിത്യമുള്ള ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, വഖദ് ദഹബ ഖൗമുൻ ഇലാ അഹ്ലി തസ്യീർ. ഈ കണക്കടിസ്ഥാനത്തിൽ സൂര്യചന്ദ്രന്മാരുടെ ചലനമനുസരിച്ചുള്ള കണക്കനുസരിച്ച് നോമ്പും പെരുന്നാളൊക്കെ എടുക്കുക എന്ന് പറയുന്നവർ ഒഹുമുൽ ഫിർഖത്തുല്ലാല്ല, അവര് വഴിപിഴച്ച ആളുകളാണ്, സന്മാർഗം പ്രാപിച്ചവരല്ല. ഇത് ഔനുൽ ബാരി ഫി ഷറഹിൽ ബുഖാരി. ബുഖാരിക്ക് ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട് സിദ്ദീഖ് ഹസൻ ഖാൻ. ഔനുൽ ബാരി എന്നാണ് അതിൻ്റെ പേര്. അതിൽ കിതാബു സിയാം എന്ന അധ്യായത്തിൽ ഇത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഖാല ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, ഖാലൽ ഹാഫിളു ഫിൽ ഫത്ഹി, ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, 4-ാം വാല്യം 127-ാം പേജിൽ, അൻ അബി വലീദുൽ ബാജിയെ പറ്റി അദ്ദേഹം പറയുന്നു, അബി വലീദുൽ വാജി പറയുന്നു, ഇജ്മാഉ സലഫു സഹീഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഇജ്മാഉ സലഫ് അല അദമിൽ ഇഅ്തിദാദി ബിൽ ഹിസാബ്, അതാണ്, അങ്ങനെയാണ് വായിക്കേണ്ടത്. സലഫു സാലിഹീങ്ങൾ ഇജ്മാ ആയിട്ടുണ്ട് അല അദമിൽ ഇഅ്തിദാദ് ബിൽ ഹിസാബ്, കണക്ക് അടിസ്ഥാനമാക്കി നോമ്പും പെരുന്നാളും നടത്താൻ പാടില്ല. വഅന്ന ഇജ്മാഉഹും ഹുജ്ജത്തുൻ, അവരുടെ ഇജ്മാഉ ശക്തമായ പ്രമാണമാണ്, അലാമൻ ബഅദഹും, ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക്. വൽ അഹാദീസു സഹീഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹാ തദുല്ലു അലൽ ഇജ്മാഅ്, ഇജ്മാഇൽ മദ്കൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ വന്ന എല്ലാ ഹദീസുകളും മേൽ പറയപ്പെട്ട ഇജ്മാഇനെ അറിയിക്കുന്നു. ഇത് ഹൗല മൻഹജി ഇസ്ബാത്തിൽ അഹില്ല ഫീ ദില്ലിൽ മുതഗയ്യിറാത്തിൽ മുആസറ എന്ന ഗ്രന്ഥം 510-ാം പേജ്. അത് ഡോക്ടർ സാലിഹ് ബിൻ അബ്ദുള്ള ഖാദി മഹ്കമ അദ്ദേഹത്തിന്റെ കിതാബാണ്. ഇതാണ് ഇബ്നു ബാസ്. ഫതഹുൽ ബാരിക്ക് തഹ്ഖീഖ് ചെയ്ത പണ്ഡിതനാണ് ഇബ്നു ബാസ്. ഇബ്നു ബാസിനെ അറിയുന്നവരൊക്കെ അറിയൂ. ഇബ്നു ബാസ് നേരിട്ട് എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയാം. അദ്ദേഹം സത്യസന്ധതയിൽ 100% സത്യസന്ധത പുലർത്തുന്ന ഒരു മനുഷ്യനാണ്.
പിന്നെ ഇദാ സബത്ത റുഇയ ഫീ ബലദിൻ വജബ അലൽ മുസ്ലിമീന ലിൽതിസാമു ബിഹ, ഒരു നാട്ടിൽ മാസപ്പിറവി സ്ഥിരപ്പെട്ടാൽ മറ്റു മുസ്ലിങ്ങളെല്ലാം അത് സ്വീകരിക്കണം. വലാ ഇബ്റത ലിഖ്തിലാഫിൽ മതാലിഅ, ഈ ഉദയാസ്തമന വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല. ലിഉമൂമിൽ ഖിതാബിൽ ആമിർ ബിസ്സൗമി വൽ ഇഫ്താർ, സൗമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി എന്നുള്ള ഹദീസിന്റെ ആ ആമായ നിർദ്ദേശമനുസരിച്ച്. വൽ അഹ്റാലിൽ മുസ്ലിമീൻ യൗം, എന്നിട്ട് പറയുന്നു ഇന്നത്തെ മുസ്ലിമുകൾക്ക് ഏറ്റവും നല്ലത് വഖദ് അസ്ബഹൽ ആലം കൽ ഖറിയത്തിൽ വാഹിദ, ലോകം മുഴുവൻ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥയാണ്. വസാറൽ ഖബറു യശീഉ ഫീ നഫ്സിൽ ലഹ്ള ഫീ മശാരിഖിൽ അർളി വമഗാരിബിഹ, ഭൂമിയുടെ പടിഞ്ഞാറും കിഴക്കോട്ടുമെല്ലാം ഓരോ മിനിറ്റിൽ തന്നെ എല്ലാ വാർത്തകളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ലത് അൻ യഹുദൂബി മദ്ഹബിൽ ജുംഹൂർ, ജുംഹൂറിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയാണ്. എവിടെങ്കിലും ഒരു മാസം കണ്ട് വിവരം കിട്ടിയാൽ എല്ലാവരും അത് സ്വീകരിക്കുക. ലിമാ ഫീഹി മിൻ വഹദത്തിൽ മുസ്ലിമീൻ, അതിൽ മാത്രമേ മുസ്ലിങ്ങളെ ഐക്യപ്പെടുത്താൻ കഴിയുള്ളൂ. കണക്കിൻ്റെ പിന്നാലെ പോയാൽ മുസ്ലിങ്ങളെ കൂടുതൽ ഭിന്നിപ്പിലേക്കാണ് എത്തിക്കുക. വജ്തിമാഇ കലിമത്തിഹിം, അവരുടെ ശബ്ദം ഒരേ ഒരു ശബ്ദമാക്കി തീർക്കാനും. ഫീ ഹാദിഹി ശഅ, ഏറ്റവും നല്ലത് ഇതാണ്. ഇത് എന്നിട്ട് അല്ലത്തുല്ലത്തി റാഅഹ സാദത്തു ഷാഫിഇയ്യ, ഈ ഷാഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതന്മാരും വമൻ വാഫഖഹും, അവരോട് യോജിച്ചവരും, ഇന്ദമാ ഖാലൂ ലികുല്ലി ബലദിൻ റുയത്തുഹും എന്ന് പറഞ്ഞത് വഖദ് സാലത്ത്, ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അന്ന് യസ്സറഹുല്ലാഹു ഫി ഹാദൽ അസർ മിൻ സുഹൂലി, അക്കാലഘട്ടത്തിൽ അത് സൗകര്യമാണ്. ഈ വാർത്ത, ഒരു നാട്ടിലെ വാർത്ത മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അന്ന് അത് ചെയ്യാമായിരുന്നു. ഇന്ന് ഫലം യബ്ഖ ലിഹാദൽ ഖൗലി മുസവ്വിഖുൻ, ഇന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയാനേ പറ്റുകയില്ല. ഹൗല മൻഹജ് ഇസ്ബാത്തിൽ അഹില്ല, 512 പേജ്. ഇങ്ങനെ ഇതൊക്കെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ പിന്നെ അതിൽ ചോദിക്കുന്നത് നമസ്കാരം ഫജ്ർ കണ്ടിട്ടാണോ സവാലു ശംസ് കണ്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അൽ അലാമത്തു ശറഇയ്യ ഫി സൗം, നോമ്പിൻ്റെ അലാമത്ത് റുയത്തുൽ ഹിലാൽ, മാസം കാണലാണ്. സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തിഹി എന്ന് പറഞ്ഞതുകൊണ്ട്. ഒലൈസ വുജൂദുൽ ഹിലാൽ, ഹിലാൽ ഉണ്ടായാൽ നിങ്ങൾ നോമ്പെടുക്കണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ആ ഹിലാലിനെ കണ്ടാൽ എന്നാ പറഞ്ഞത്. വലം യഖുൽ സൂമൂലി വുജൂദിഹി എന്ന് നബി പറഞ്ഞില്ലല്ലോ. മാസപ്പിറവി ഉണ്ടായത് കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അതായത് കണക്കനുസരിച്ച് നോമ്പെടുക്കണം എന്ന് നബി പറഞ്ഞിട്ടില്ല. വൽ ഹിസാബു യദുല്ലു അലാ വുജൂദിൽ ഹിലാൽ, കണക്ക് മാസപ്പിറവി ഉണ്ട് എന്ന് അറിയിക്കും, അത്രയേ ഉള്ളൂ. ഫലാ യഅമലു ബിഹി, അതനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല. എന്നാൽ ബൈനമാ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ വിഷയം വ്യത്യസ്തമാണ്. അൽ അലാമത്തു ശറഇയ്യ ഇദാ തലഅൽ ഫജ്റു, ഫജ്ർ ഉണ്ടായാൽ എന്നാ പറഞ്ഞത്. വൈദാ സാലത്തി ശംസു, സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയാൽ ളുഹർ നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. വൈദാ സാറ ദില്ലു കുല്ലി ശൈഇൻ മിസ്ലഹു, ഒരു നിഴല് അതിൻ്റെ വലിപ്പത്തിലെത്തിയാൽ അസർ നിസ്കരിക്കണം. ആ ഉർബത്തി ശംസു, സൂര്യൻ ഉറൂബായാൽ എന്ത് ചെയ്യണം? മഗ്രിബ് നിസ്കരിക്കണം. ഓ ആബ ഷഫഖു, ഷഫഖുൽ അഹ്മർ മറഞ്ഞാൽ ഇശാ നിസ്കരിക്കണം എന്നാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. വലം യഖുൽ ഇദാ റഅയ്തും തുലൂഅൽ ഫജ്ർ, തുലൂഉൽ ഫജ്ർ കണ്ടാൽ നിങ്ങൾ ഫജ്ർ നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ല. വഇദാ റഅയ്തും ഇസാലത്തു ശംസ്, സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയതായി കണ്ടാൽ നിങ്ങൾ ളുഹർ നിസ്കരിക്കണം പറഞ്ഞില്ലല്ലോ. അതേപോലെ വഇദാ സാറ ദില്ലു കുല്ലി ശൈഇൻ മിസ്ലഹു, ഒന്നിൻ്റെ നിഴൽ അതിൻ്റെ വലുപ്പം എത്തിയതായി കണ്ടാൽ നിങ്ങൾ നമസ്കരിക്കണം, അസർ നിസ്കരിക്കണം പറഞ്ഞില്ല. ആ ഉർബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് കണ്ട് മഗ്രിബ് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഓ ആബ ഷഫഖു, ഷഫഖുൽ അഹ്മർ മറഞ്ഞത് കണ്ടിട്ട് ഇശാ നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടില്ല.
മറി വലം യഖുൽ ഇദാ റഅയ്തും തുലൂഅൽ ഫജ്ർ ഔ സവാലു ശംസ് എന്ന് നബി പറഞ്ഞില്ലല്ലോ. തുലൂൽ ഫജ്ർ കണ്ട് സവാലു ശംസ് കണ്ടിട്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ല. ഫൈദൻ ബി അയ്യി വസീലത്തിൻ അലിംന, ഏത് മാർഗത്തിൽ കൂടി തുലൂൽ ഫജ്ർ ഉണ്ടായോ സവാലു ശംസ് ഉണ്ടായോ, ഏത് മാർഗത്തിൽ കൂടി അറിഞ്ഞാലും വുജൂദു തിൽക്കൽ അലാമാത് സല്ലൈന, ഈ അടയാളങ്ങൾ ഉണ്ടായാൽ നമ്മൾ നമസ്കരിക്കുന്നു. അൽ ഖറാഫിയുടെ അൽ ഫുറൂഖ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഈ മറ്റ് നെഹ്വിയായിട്ട് റുയത്തിന് അലിമത്തിനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ റുയത്തിന് അകലിയായ റുയത്തും പെടുന്നു പറഞ്ഞിരുന്നു. ശരിയാണ്. റുയത്ത് ഒന്നിലധികം അർത്ഥമുള്ള പദമാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കും അകല് കൊണ്ടുള്ള കാഴ്ചക്കും എന്ത് പറയും, റുയത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രത്യേക ചില സ്ഥലങ്ങളിൽ റുയത്ത് അതിൻ്റെ കരീനത്തനുസരിച്ചിട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഈ റുയത്ത് എന്നുള്ള പദം ഹവാസുൽ ഹംസുമായി ബന്ധപ്പെട്ട പദങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ കുറിക്കുന്ന പദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഫേലുകളാണെങ്കിൽ അതിനൊരു മഫ്ഊല് ഉണ്ടാവൂ. അത് റുയത്ത് കണ്ണുകൊണ്ടുള്ള കാഴ്ച എന്ന് മാത്രമേ അതിനർത്ഥം പറയാവൂ. ഇത് നെഹ്വി കായിദയാണ്. ഈ കായിദയും മാറ്റിമറിക്കോ? ഇത് ഇബ്നു ഹിശാമുൻ നഹ്വി ആണ് പറയുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഖതറുന്നദ. എല്ലാ പള്ളി റസുകളിലും ഇന്നും ഓതുന്നതാണ്. അതുപോലെ കിതാബ് ഔളഹുൽ മസാലിക് ഇല അൽഫിയത്ത്, ഇബ്നു മാലിക്കിൻ്റെ അൽഫിയക്ക് ഔളഹുൽ മസാലിക് എന്ന് പറഞ്ഞ ഒരു ശറഹ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അൽ മുഗ്നി ലബീബ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് അറേബ്യൻ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 544-ാം പേജിൽ പറയുന്നു റുഇയൽ ബസരിയ. ഇവിടെ റുഇയൽ ബസരി കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. വസായിറു അഫ്ആലിൽ ഹവാസ്, ഇനി അഫ്ആലുൽ ഹവാസ് പഞ്ചേന്ദ്രിയ ശക്തികളുമായി ബന്ധപ്പെട്ട ഫേലുകളാണെങ്കിൽ ഇന്നമാ യതഅദ്ദാ വാഹിദിൻ ബിലാ ഖിലാഫ്, ഒരൊറ്റ മഫ്ഊലേ ഉള്ളൂ. ഒരൊറ്റ മഫ്ഊൽ ഉണ്ടാകുമ്പോൾ അത് റുയൽ ബസരി മാത്രമാണ്, റുയൽ അഖലിയല്ല. അപ്പൊ ഞാൻ അങ്ങനെ രണ്ടർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്തരം വിശദീകരണം അപ്പൊ നൽകിയില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. വദക്കറ ഹാദിഹിൽ ഖാഇദ, ഈ നഹ്വി ഖാഇദ ഇബ്നു ആശൂർ തൻ്റെ തഫ്സീർ അത്തഹരീർ വത്തൻവീറിൽ അലം തറ കൈഫ എന്ന സൂറത്ത് വിശദീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അലി തന്താവി തൻ്റെ തഫ്സീറുൽ വസീത്തിൽ അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്ത് വിശദീകരിക്കുന്നിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു നഹ്വി ഖാഇദയാണ്. അത് തെറ്റിക്കാൻ പറ്റുമോ? ഇപ്പൊ ഓരോരുത്തർ പറയാണ് ഈ ഫാഇൽ മർഫൂ ആണ്. എന്താ മർഫൂ? ഫാഇൽ മൻസൂബായി കൂടെ എന്ന് വെച്ചാൽ എന്താ അവരോട് പറയാ? ഇത്തരത്തിലുള്ളൊരു ദുർനായി അല്ല ഈ പറയുന്നത്. പിന്നെ കോയക്കുട്ടി പറഞ്ഞത്, ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹിസാബ് ഖത്ഇയാണ്, കാഴ്ച ലന്നിയാണ്. ഉസൂലിന്റെ പല സന്ദർഭങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അത് ശരി തന്നെയാണ്, ഹിസാബ് ഖത്ഇ തന്നെയാണ്. അപ്പൊ ഈ ഖത്ഇയായ ഹിസാബിനെ ലന്നിയായ കാഴ്ചയോട് ഉപമിക്കുകയാണ് നമ്മൾ. പക്ഷെ ഇപ്പോഴത്തെ കാഴ്ച ലന്നിയല്ല. ഒരാൾ കാണുമ്പോൾ അത് ലന്നിയായിരിക്കാം. ഒരു കൂട്ടം ആളുകൾ ആധുനിക ഉപകരണങ്ങളിലൂടെ നേർക്ക് നേരെ കാണുമ്പോൾ അത് ഖത്ഇ തന്നെയാണ്. നേരെ മറിച്ച് ഒരാൾ മാത്രം മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ലന്നിയാണ്. അതുകൊണ്ടാണ് 2 സാക്ഷി വേണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത് ഏത് കാര്യത്തിനും. അപ്പോ
അപ്പൊ രണ്ട് സാക്ഷികൾ കളവ് പറഞ്ഞാലോ? ഇത് ചിലരു സംശയം ചോദിക്കുകയുണ്ടായി. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും രണ്ട് സാക്ഷികളുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചിലരേക്കാൾ വാചാലത ഉണ്ടാവും. നിങ്ങളുടെ വാചാലത കൊണ്ട് ഒരാളുടെ അവകാശം നിങ്ങളുടെ വാചാലതയുടെ ശക്തിയിൽ നിങ്ങൾക്ക് അനുകൂലമായി സ്ഥാപിച്ചാൽ ഞാൻ അതനുസരിച്ച് വിധിച്ചു തരും. പക്ഷെ അത് കിറ്റാറ്റുമിന നരകത്തിന്റെ ഒരു കഷ്ണമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ സാക്ഷിമൊഴി അനുസരിച്ചിട്ട് വിധിക്കേണ്ടി വരും. ഒരു പ്രവാചകനാണെങ്കിൽ പോലും അവിടെ അവർ കളവ് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ശക്തമായ നിയമമാണ്. അത് തള്ളിക്കളയുകയാണെങ്കിൽ എല്ലാം പൊളിയും. പിന്നെ കണ്ണ് കാണാത്തവരും സാക്ഷി നിൽക്കുന്നുണ്ടല്ലോ, അത് വളരെ അപൂർവമായ ഒരു കേസുകളാണ്. കണ്ണ് കാണാത്ത ഒരാൾ ഇപ്പോൾ ഒരു നിക്കാഹ് നടക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അവരുടെ ശബ്ദം ഇയാൾക്ക് മുൻകൂട്ടി മനസ്സിലാകണം. അപ്പോഴേ അത് സ്വീകരിക്കുള്ളൂ. ഇങ്ങനെ ഇസ്ലാമിൽ വളരെ ലോകാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണ് കാണാത്തവരുടെ സാക്ഷിത്വത്തോട് അതിനെ ഉപമിക്കുന്നത് ഒരിക്കലും ശരിയല്ല, മിതമായി പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഹക്കിനെ ഹക്കായ നിലക്ക് വിലയിരുത്തി നോമ്പും പെരുന്നാളും നബിയുടെ സുന്നത്തനുസരിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു നമ്മോട് പറഞ്ഞത് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നാ പറഞ്ഞത്. വലക്കും ഫി ഇൽമിൽ ഹിസാബി ഉസ്വത്തുൻ ഹസന എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കണക്കിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ നബിയെ അനുസരിക്കുന്നവർ, നബിയെ മാതൃകയായി സ്വീകരിക്കുന്നവർ എന്ത് ചെയ്യണം? മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും സ്വീകരിക്കണം. അത് ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതി. അത് ഇന്ന് ഇവിടെ ഈ പറയുന്ന കണക്കുകാരുടെ അഭിപ്രായത്തിൽ ഒട്ടും വ്യത്യാസം വരില്ല. ഇവിടെ 5 മിനിറ്റ് മാസപ്പിറവി ഉണ്ട് എന്ന് കണ്ടാൽ, കണക്കിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞാൽ, മറ്റ് പടിഞ്ഞാറൻ നാടുകൾ, അറേബ്യൻ നാടുകൾ ഇതിനേക്കാൾ കൂടുതൽ സമയം ഉണ്ടാവും. പ്രത്യേകിച്ച് സൗദി അറേബ്യൊക്കെ വലിയ വലിയ ഉപകരണങ്ങൾ വെച്ച് നോക്കുന്ന ഒന്നിലധികം സെന്ററുകൾ ഉള്ളത് കൊണ്ട് അവിടെ ഗോളശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഒരു സംഘം പോയിട്ടാണ് ഓരോ സെന്ററിന് മാസപ്പിറവി കാണുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് പോലും മാസപ്പിറവി കാണാം. അപ്പൊ അതുകൊണ്ട് 100% ഈ കണക്കിനോട് യോജിച്ച് തന്നെയാണ് വരിക. പിന്നെ ഒരു സാങ്കേതികത്വം മാത്രമേ അതിനുള്ളൂ. അതിമ പിടിച്ചു തൂങ്ങി നബിയുടെ സുന്നത്തിനെ അവഗണിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.